കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകൾ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഹലോ പ്രജിൻ ആൻഡ് പ്രവിത, അത്തർണ മണമുള്ള കോഴിക്കോട്ടെ ഐസോരതീതിൻ്റെയും ഉപ്പിലിട്ടതിൻ്റെയും രുചിയുള്ള ബീച്ചിലാണ് നമ്മളുള്ളത്. നമ്മുടെ പ്രേക്ഷകരെല്ലാം ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഇവിടെ കുറേയധികം ആളുകൾ സംസാരിച്ചും കടലിലിറങ്ങിയും അങ്ങനെയൊക്കെ രാത്രിയെ മനോഹരമാക്കുകയാണ്. യുവാക്കൾ മാത്രമല്ല, കുടുംബമായി എത്തിയ ആളുകളുണ്ട്, കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ഇവർക്കെല്ലാം സംരക്ഷണം നൽകാൻ പോലീസുമുണ്ട് ബീച്ചിൽ. അടിപൊളിയാണ്. ഇത്ര നല്ലൊരു അടിപൊളി പ്ലേസ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരം ആയി കഴിഞ്ഞാൽ കുറച്ച് സമാധാനത്തിന് വേണ്ടി ഇറങ്ങാൻ പറ്റുന്ന ഒരു ഈ ഒരു അന്തരീക്ഷം തന്നെയാണ് മെയിനായിട്ട് ഇവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര എൻജോയ് ആണ്, എല്ലാ ഫാമിലീസൊക്കെ ആയിട്ട് നല്ല. ബീച്ചിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ വിശന്നാൽ നിങ്ങൾ നിരാശരാവില്ല. ബീച്ചിൽ ഇതുപോലെ കുറേ അധികം കടകളുണ്ട്. ചേട്ടാ, ചൂടായിട്ട് എന്തുണ്ട് കഴിക്കാൻ? എന്തൊക്കെ ഉണ്ട്? കാടമുട്ട, കല്ലുമ്മക്കായ്, ഗ്രീൻ പീസ്, കോളിഫ്ലവർ, ചായ, കാപ്പി, ഹോർലിക്സ്, പഴംപൊരിച്ച്, ഉള്ളിവട, മുളക് ബജി. അങ്ങനെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം രാത്രിയിൽ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് നടന്നു വരുമ്പോൾ ക്ഷീണിച്ചാൽ നിങ്ങൾ ആരും നിരാശരാവില്ല. അപ്പൊ കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ട്? പൊളിയല്ലേ? മറ്റിടങ്ങളിലെ പോലെ അടിയോ ഇടിയോ കുത്തോ ബഹളോ അങ്ങനെ ഒരു പ്രശ്നവും കോഴിക്കോട് ബീച്ചിലില്ല. ഒറ്റയ്ക്കോ കുടുംബമായോ അങ്ങനെ എങ്ങനെ വേണേലും നിങ്ങൾക്ക് ഏത് രാത്രിയിലും കോഴിക്കോട് ബീച്ചിലേക്ക് എത്താം. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പ്രജിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് രാഹുലിന്റെ ഓപ്പണിംഗ് ആണ്. പ്രേക്ഷകർ പറയുന്നുണ്ടോ, രാഹുലിനെ കണ്ടിട്ട് ദേവി പറയുന്നു ലുട്ടാപ്പി പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. ലുട്ടാപ്പിക്ക് ഒരു വാലും കൂടി വേണമായിരുന്നു പറയുന്നുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്. പ്രജിൻ ഇന്നൊരു ഡിസംബർ 31 പോലെ തോന്നുന്നു തോമസ് കുട്ടി പറയുന്നു. എന്താണ് അങ്ങനെ? അതെന്താണെന്നും കൂടി അത് ഇടുവോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതുപോലെ അക്ഷയ് അച്ഛ പറഞ്ഞു പ്രണയിക്കാൻ ആരും ഇല്ലല്ലോ എന്ന്. അയ്യോ, സങ്കടമാണല്ലോ. അത് അച്ചുവാണോ പറയുന്നത് അല്ലേ? അതെ, അക്ഷയ് അച്ചുവാണ് പറയുന്നത്. ട്രോയ്ക്കോ ചോദിക്കുന്നു നാളെ ലീവ് ഉണ്ടോ? നിലവിൽ അങ്ങനെ നമുക്ക് ലീവ് ഒന്നും ആരും അറിയിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള വാർത്തകൾ നമുക്ക് മനസ്സിലായത്. നമുക്ക് നോക്കാം, ഇനിയും സമയമുണ്ടല്ലോ. നമുക്ക് നോക്കാം. ക്രാഫ്റ്റ് ടെക്സ് പറഞ്ഞിട്ടുണ്ടോ? ഇത് ഒരു പൊളി കമന്റ് ആണ്. ഈ പരിപാടിയുടെ പേര് വളരെ ഇഷ്ടപ്പെട്ടു. ഗുഡ് നൈറ്റ് വിത്ത് പ്രജിൻ ആൻഡ് പ്രവിത. പ്രാപ്ര, നല്ല പ്രാസം. ഇത് നമ്മളിവിടെ സ്ഥിരമായി പറയാറുണ്ടല്ലേ. നമ്മുടെ ഓഫീസിൽ ഇത് പ്രാപ്ര എന്ന് ആണ്. ഇതിപ്പോ ഇങ്ങനെ ഷോ വരാൻ പോകുന്നു അറിഞ്ഞപ്പോൾ പോലും പ്രാപ്ര ഷോ എന്നാണെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയണ്ട അല്ലേ. ഗുഡ് നൈറ്റ് ഷോ. നമ്മളെ ഇവിടെ ഒരുമിച്ച് ആങ്കർ ചെയ്യാൻ കയറുമ്പോഴും ചോദിക്കാം ഇന്ന് പ്രാപ്രായാണോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം എന്തായാലും അത് പ്രേക്ഷകരും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു അങ്ങനെ പുതിയ പുതിയ പരിപാടികൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങിയ 24-ന് 1000 ആശംസകൾ. താങ്ക് യു സുലൈമാൻ. അങ്ങനെ ഒരുപാട് അപ്പോൾ നിങ്ങളുടെ കമന്റുകൾ പോരട്ടെ, നമ്മൾ ഇതുപോലെ വായിക്കുന്നതായിരിക്കും. നല്ല നല്ല നിങ്ങളുടെ ഇനിയിപ്പോൾ നമ്മുടെ വിഷസ് എല്ലാവർക്കും അറിയിച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, കുഴപ്പമില്ല, അടിപൊളിയാണെന്നൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പം പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മൾ എന്തായാലും ഇതിന്റെ സെഗ്മെന്റുകളൊക്കെ കൊണ്ടുവരും. ആ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്താം. ഇനി നിങ്ങളുടെ കാര്യങ്ങൾ പറയൂ. നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? മറ്റു അഭിപ്രായങ്ങൾ, മറ്റു വിഷയങ്ങളൊക്കെ, രാഷ്ട്രീയവും അത്തരം കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അതല്ലാതെ നിങ്ങളുടെ കാഷ്വലായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാം.